അന്തരിച്ച വി.എസ്. അച്യുതാനന്ദൻ്റെ വലം കൈയായിരുന്നു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പിരപ്പൻകോട് മുരളി. അദ്ദേഹം ഒരു കലാകാരനാണ്, നാടകരചയിതാവാണ്, ബഹുമുഖ പ്രതിഭയാണ്. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ പോവുകയാണ്, വി.എസിൻ്റെ ജീവചരിത്രം. വി.എസ്. കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. എന്താണ് സർ, ഈ വി.എസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പിരപ്പൻകോട് മുരളിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന് വി.എസിനെ കുറിച്ച് പറയുവാനുള്ളത്? ഈ വി എസിൻ്റെ എരിഞ്ഞടങ്ങി തീരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയിൽ കത്തിപ്പടരാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ സൂചകമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് പിരപ്പൻകോട് മുരളിയുടെ ഈ പ്രസ്താവന. അദ്ദേഹം മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാതൃഭൂമിക്ക് അദ്ദേഹം മുമ്പ് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വി.എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്നൊരു യുവ നേതാവ് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നു. യുവനേതാവെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരാണെന്ന് പേര് അദ്ദേഹം പറയുന്നുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അന്ന് ഡെലിഗേറ്റ് ആയിരുന്നു, ഞാൻ അതിലുണ്ട്, അതിന് സാക്ഷ്യം വഹിച്ച ആളാണ് എന്നാണ് അദ്ദേഹം ആ വരികൾക്കിടയിൽ പറയുന്നത്. മാത്രമല്ല, അന്ന് ഈ വി.എസിനെ പോലൊരു മുതിർന്ന നേതാവിന് ഈ പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് കാരണക്കാരൻ വി.എസ്. ആണെന്നും അതിനാൽ ആ കുറ്റത്തിന് വി.എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്നും ഈ യുവ നേതാവ് പറയുമ്പോൾ ഈ വേദിയിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെല്ലാം ഊറിച്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനെ ശരിവെക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പല സഹാക്കന്മാരും വി.എസിനോട് ക്രൂരത കാട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ അവർ നെഞ്ചുലച്ച് ഇവിടെ നിന്ന് അങ്ങ് ആലപ്പുഴ വരെ പോയല്ലോ. അതൊക്കെ എന്തിനു വേണ്ടി? വോട്ടിന് വേണ്ടി, ഇനിയും നിന്ന് ജയിക്കാൻ വേണ്ടി. ഈ സ്വരാജ് ഉണ്ടായിരുന്നു, ഒരു കാറിൽ മലനടിച്ച് കിടപ്പുണ്ട്. സ്വരാജ്, ചിന്താ ജെറോം തുടങ്ങിയവരെല്ലാം ഒരു കാലത്ത് ഈ CPM വിഭാഗീയതയിൽ വി.എസിൻ്റെ എതിർപക്ഷത്ത് നിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്തവരാണ്. ആന്നു. ഇപ്പോഴും വി.എസിനോടൊപ്പം നിന്നത് വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഗുരുദാസനോ അതുപോലുള്ള മേഴ്സിക്കുട്ടി, ഇങ്ങനെയുള്ളവർ മാത്രമാണ്. ബാക്കിയെല്ലാം സുരേഷ് കുറുപ്പ്, ബാക്കിയുള്ളവരെയൊക്കെ എന്ത് ചെയ്തു? പിണറായി വിജയൻ വിലക്കെടുത്തു എന്നുള്ളതാണ്. സ്വരാജ് എവിടെ വരെ എത്തി? സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയില്ലേ? അതെ. സ്വരാജ് പറഞ്ഞു അല്ലേ, ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ കാര്യം പറഞ്ഞതാണ് എന്ന്. ഇപ്പോൾ സ്വരാജ് തിരിച്ച് വെല്ലുവിളിക്കുന്നുണ്ട് പിരപ്പൻകോട് മുരളിയെ. അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് തരാമോ, വീഡിയോയോ ഓഡിയോയോ തരാമോ? ഇത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പാർട്ടി സമ്മേളനത്തിലാണ്. തിരുവനന്തപുരത്ത് 2012 നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിലാണ്. ഒരുപക്ഷെ അതൊന്നും തന്നെ അതിന് പിറ്റേ ദിവസം വി.എസ്. മറുപടിയും കൊടുത്തു. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ നല്ല ഭംഗിയായിട്ട് മറുപടി കൊടുത്തു. കൊലക്കയറ് കണ്ടവരാണ്. കയ്യൂരിലെ കൊലക്കയറ് കണ്ട് തഴമ്പിച്ചതാണ് എൻ്റെ പാരമ്പര്യം. അതൊന്നും ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒന്നും കണ്ട് ഭയപ്പെടാൻ പോകുന്നില്ല. അന്ന് സ്വരാജിന് ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കണമെന്ന് സ്വരാജിന്റെ അച്ഛനും അമ്മയും പോലും തീർച്ചപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നുള്ളത് ആലോചിക്കണം. അന്ന് കൊലക്കയറ് വി.എസ്. കാണുന്ന സമയത്ത് അല്ലേ? അതെ. അപ്പം അന്ന് ഈ സ്വരാജിന്റെ അച്ഛൻ തന്നെ ജനിച്ചിട്ടുണ്ടോ സംശയം. അപ്പൊ ഈ 2012 ഈ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ്. പക്ഷെ ഈ പാർട്ടിയുടെ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിനകത്ത് കയറി ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് അത് സൂക്ഷിച്ചിട്ടുണ്ടോ? മറ്റാരും തന്നെ അത് ചെയ്തിട്ടുണ്ടാകത്തില്ല. ഇല്ല, അതൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. CPMന്റെ സമ്മേളനത്തിനകത്ത് പോയി ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനും അതിനോട് ഒരു സാധ്യത. കാരണം അതിൻ്റെ എല്ലാം പഴുത് അവരടയ്ക്കും. അതെ. പിന്നെ ഇനി അത് അവരുടെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ട് അത് കൈവശം ഉണ്ടെങ്കിൽ അതവർ പുറത്തു വിടത്തുമില്ല. അത് സ്വരാജിന് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി തന്നെ അത് മാറ്റി നിർത്തിയേക്കും. അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. കാരണം ഇതൊന്നുകൂടെ അത് മുറുകുമെന്നുള്ളതാണ്. കാരണം ഇവരെന്താ വിചാരിച്ചത്? വി.എസ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതല്ലായിരുന്നോ? ഇവിടെ നിന്ന് ഈ ആൾക്കൂട്ടവും 22 മണിക്കൂറും ഒക്കെ നമുക്കറിയാമായിരുന്നു ഇതൊക്കെ ഉണ്ടാകും. ജീവിച്ചിരിക്കുന്ന വി.എസിനേക്കാൾ കരുത്തനാണ് മരിച്ച വി.എസ്. അങ്ങനെ പറയേണ്ടിയിരിക്കും. അതെ. ഞാനെന്നാ ഇടയ്ക്ക് വിചാരിച്ചു പോയത്, ഈ വി.എസ്. ഇടയ്ക്ക് അങ്ങ് ചിത്രത്തിൽ നിന്നൊക്കെ അങ്ങ് അപ്രത്യക്ഷമായല്ലോ. വി.എസിനെ എല്ലാവരും മറന്നിട്ടുണ്ടാവും.
ഈ അദ്ദേഹത്തിൻ്റെ അല്ല, മറവി മനുഷ്യ സഹജമാണ്. സഹജമാണ്. നമ്മൾ സ്വാഭാവികമായിട്ട്, കാരണം ഇത്രയും നന്ദികേടുള്ള ഒരു ജന്തു ലോകത്ത് വേറെ അതെ ഇല്ല. അതെ. മരണശേഷം അപ്പോൾ ഒരു പക്ഷേ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് പോലും ഞാൻ സംശയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആരും പറഞ്ഞ് അവിടെ എത്തിയവരല്ല, അല്ലാതെ എത്തിച്ചേർന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും ഇദ്ദേഹത്തെ കാണാനുമായിട്ട് മലയോര മേഖലകളിലൊക്കെ ആള് തടിച്ചുകൂടുന്നത് നമ്മൾ കണ്ടതാണ്. ഓ സാർ, അത് പണ്ടും ഈ 2006 VS-നെ മത്സരിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം വന്നല്ലോ. പിന്നെ അതിനുശേഷം VS ഡൽഹിയിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ആയി അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് അന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ തടിച്ചുകൂടിയ ഒരു എന്താ പറയുക അണികൾ, അന്ന് അവിടെ ആദ്യമായിട്ട് ഒരാളുടെ കണ്ടത്തിൽ നിന്ന് അറിയാതെ പുറത്തു വന്ന ഒരു മുദ്രാവാക്യമാണ് കണ്ണേ കരളെ VS, പൊന്നേ പൊരുളെ VS എന്നുള്ളത്. ഈ AKI സെന്ററിലോട്ട് ഒഴുകുകയായിരുന്നു ഈ VS-ന് ഈ സീറ്റ് നിഷേധിച്ചപ്പോൾ. അതെ അല്ലേ? അന്ന് എനിക്ക് തോന്നുന്നു ഈ വാട്സാപ്പ് അങ്ങനെ ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അന്ന് മൊബൈലുണ്ട്. പക്ഷേ ആൾക്കാർ അത് പറഞ്ഞു കേട്ടും അറിഞ്ഞും വളരെ പെട്ടെന്ന് അവിടെ തടിച്ചു. അതായത് പറഞ്ഞു, ഇന്നാണെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു സംഗതി പറയാം സാർ. അന്ന് വൈകിട്ട് ഈ തീരുമാനമൊക്കെ വന്നതിൻ്റെ അന്ന് തലേ ദിവസം പേട്ട ജംഗ്ഷനിൽ, തിരുവനന്തപുരത്ത് നമ്മുടെ എയർപോർട്ടിനടുത്ത്, ചാക്ക എയർപോർട്ടിനടുത്ത് പേട്ട ജംഗ്ഷനിൽ ഒരാളെ ഒറ്റയ്ക്ക് ടയറും കൊളുത്തി പ്രകടനം നടത്തുന്നു. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്, ഒരു പത്രപ്രവർത്തനവുമായി ബന്ധമുള്ള ആളാണ്. ഞാൻ അതുകൊണ്ട് ആളുടെ പേര് പറയുന്നില്ല. അദ്ദേഹം ഒരു ഏകാംഗ പ്രകടനം ഞാൻ കണ്ടതാണ്, ഞാൻ സാക്ഷ്യം വഹിച്ചത്. പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ അത് വാർത്തയായി. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ആള് കൂടി. അദ്ദേഹം ആദ്യം ഒറ്റയ്ക്കാണ് വരുന്നത്. പക്ഷെ ആ ഒറ്റയ്ക്ക് ഒരാൾ നേതൃത്വം കൊടുക്കാൻ ആ ജംഗ്ഷനിലേക്ക് വന്നപ്പോൾ അത് പിന്നെ അങ്ങ് ആള് കൂടി. അല്ല, അങ്ങനെയുള്ള VS-നെയാണ് ഈ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പേടിപ്പിക്കുക. ഈ പയ്യൻസ്, VK-ന്റെ ഭാഷ എടുത്തു പറഞ്ഞാൽ ഈ പയ്യൻസ് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ, ഈ പയ്യൻസിന് പിന്നിൽ വേറെ ആരോ ഉണ്ട് എന്നാണ് പെരപ്പിൻകോട് മുരളി പറയാതെ പറയുന്നത്. അത് വ്യക്തമാണ്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ നോക്കണം. ഈ കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസികളല്ല, അവർ ദൈവങ്ങളെ അംഗീകരിക്കുന്നവരല്ല. പക്ഷെ ആ പുസ്തകത്തിന്റെ പേര് VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്നാണ്. അതെ, കമ്മ്യൂണിസ്റ്റ് അവതാരം എന്ന് പോലും അല്ല പറഞ്ഞിരിക്കണം, കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്നാണ്. അതായത് കമ്മ്യൂണിസ്റ്റുകാരിലെ മനുഷ്യനാണ് VS, ആ മനുഷ്യനായി അവതരിച്ച ആളാണ് VS എന്നല്ലേ അതിന്റെ അർത്ഥം? കമ്മ്യൂണിസ്റ്റുകാരെല്ലാരും മനുഷ്യരല്ല, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരിൽ മനുഷ്യാവതാരങ്ങളുണ്ട് VS-നെ പോലെയുള്ള. അല്ല, പെരപ്പൻകോട് മുരളി എന്ന് പറഞ്ഞാല് ഒരു എഴുത്തുകാരൻ കൂടെ, സാഹിത്യകാരനാണ്, നല്ല പ്രാസംഗികനാണ്, നാടക രചയിതാവാണ്. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹത്തിന്റെ നാടകത്തിന്റെ റിഹേഴ്സൽ കാണാനായിട്ട് VS അച്യുതാനന്ദൻ എത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കല് ചെന്നപ്പോഴത്തേന് വളരെ വൈകിപ്പോയി. എന്നിട്ട് പിന്നെ 2 മണിയെങ്ങാണ്ടോ എത്തി രാത്രിയിൽ, എവിടെയോ തിരക്കിൽപ്പെട്ട് നിന്ന് പോയി. 2 മണിക്ക് ശേഷം പിന്നെ റിഹേഴ്സൽ അദ്ദേഹത്തിന് വേണ്ടി ഒന്നുകൂടെ കാണിച്ചു. വെളുപ്പിനെ 5 മണി വരെ ഇരുന്ന് നാടകം കണ്ടു എന്നാണ് പറയുന്നത്. VS-ഉം പെരപ്പൻകോട് മുരളിയും തമ്മിൽ നല്ല ബന്ധമായ വ്യക്തിബന്ധവും ആണ് ഉണ്ടായിരുന്നത്. അപ്പം ഇതിനകത്ത് എന്തായാലും പാർട്ടിയിൽ ഇതിൻ്റെ പേരിൽ ഒരു തുടർചലനം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. സ്വരാജിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതിനകത്ത് വെച്ച് തീരുകയും ചെയ്യും. ഇപ്പോൾ CPM-ലെ സഹാക്കന്മാർക്കൊക്കെ മരിക്കാൻ അല്പം ഭയമുണ്ട് പ്രശാന്ത്. കാര്യം ഇത്ര ആൾക്കൂട്ടം കിട്ടില്ലല്ലോ എന്നോർത്ത്. ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോഴും ചിലർക്കൊക്കെ ഭയം ഉണ്ടായിരുന്നു, അയ്യോ ഇനി എങ്ങനെ മരിക്കും, കാരണം ആൾക്കൂട്ടം വേണ്ടേ. അല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ 1-2 കാര്യങ്ങളുണ്ട്. കാരണം ഹരിപ്പാട് VS-ന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വരുമ്പോൾ അവിടെ സ്വീകരിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നത് രമേശ് ചെന്നിത്തല. അപ്പോൾ അദ്ദേഹം പറയുന്ന VS വരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ്, VS-ന് വേണ്ടിയിട്ടല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോകേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. എവിടെയോ വെച്ച് പിന്നെ ആദരാഞ്ജലി അർപ്പിക്കുന്നിടത്ത് ഒരു ചിത്രം ഞാൻ കാണുകയുണ്ടായി. മനോരമയിലോ മാതൃഭൂമിയിലോ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് K. രാജൻ, കൊടിക്കുന്നിൽ സുരേഷ് എല്ലാവരും കൂടി ഒന്നിച്ച് ഇരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ആ ഒരു വേർതിരിവില്ല. പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വന്ന് വലിയ ഓളം ഉണ്ടാക്കി അവിടെ. BJP നേതാവ്, BJP-യും VS-ഉമായിട്ട് എല്ലാ കാലത്തും ശക്തമായ പോരടിച്ച പാരമ്പര്യമാണ് ഉള്ളത്. BJP-യോട് ഒരു കാലത്തും കോംപ്രമൈസ് ചെയ്യാത്തൊരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ.
ആ വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിക്കാൻ വന്ന ശോഭ സുരേന്ദ്രൻ അവിടെ പറഞ്ഞ വാക്കുകൾ, അത് കേരള രാഷ്ട്രീയം ഉള്ളിടത്തോളം കാലം, കേരളം ഉള്ളിടത്തോളം കാലം അതൊക്കെ നിൽക്കും. രമേശ് ചെന്നിത്തലയും ശോഭാ സുരേന്ദ്രനും ഒക്കെ പറഞ്ഞ വാക്കുകൾ. അല്ല, ഇവരൊക്കെ ഈ വി എസിനെതിരായിട്ട് പാർട്ടിയിൽ നിന്നവരൊക്കെ എത്ര ഇനിയും പ്രയത്നിച്ചെന്ന് പറഞ്ഞാലും വി എസ് ഇവിടെ കേരള രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. വി എസ് ഒരു അവതാര പുരുഷനാണെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടെ ഞാൻ പറയാം സാർ. അങ്ങനെ വി എസിനെ അവതാര പുരുഷനാക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് തിരുവാതിരപ്പാട്ടും കാരണഭൂതനും ഒക്കെ ഉണ്ടായത്. അതെ, അതായത് അവതാരത്തിനേക്കാളും മുകളിലാണ് കാരണഭൂതൻ എന്ന്. കാരണം കാരണഭൂതൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യവും അവതാരം അതിൽ നിന്നുണ്ടാകുന്നതുമാണല്ലോ. അതെ. അപ്പോൾ ഞാൻ കാരണഭൂതനാണെങ്കിൽ മറ്റേ ആള് എൻ്റെ അവതാരമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമം അതിനകത്തുണ്ട്. അല്ലെ, വി എസ് എന്തായാലും വി എസ് ഒരു പാഠപുസ്തകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റുള്ളവരൊക്കെ മറ്റ് വി എസിനോട് യോജിപ്പും വിയോജിപ്പും ഉണ്ട്. പക്ഷെ ആ വിയോജിക്കുമ്പോൾ പോലും വി എസിൽ ചില നന്മകൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ വി എസ് ഈ തനി ഒരർത്ഥത്തിൽ സ്റ്റാലിൻ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഒരു കാലത്ത് തൻ്റെ രാഷ്ട്രീയ എതിരാളികളോട് യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത അങ്ങേയറ്റം നിഷ്ഠൂരമായ വാക്കുകൾ പോലും അവർക്കെതിരെ ഉപയോഗിച്ച ഒരാളാണ് വി എസ്. പാർട്ടിക്കാരൊക്കെ ചൊല്ലിപ്പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് വി എസ് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.